പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, തപസ്സുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ചോദിക്കാവുന്ന, പ്രയോജനപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് ഈസ്റ്റർ ഗിഫ്റ്റ്. ഈസ്റ്റർ ഗിഫ്റ്റ് നിങ്ങൾ ചോദിക്കാം. അതായത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ഒരു അനുഗ്രഹം ചോദിക്കണം. അങ്ങനെയുള്ള വിഷയങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. വിവാഹം, കുഞ്ഞ്, കടബാധ്യത, ജോലി, വീട്, മദ്യപാനം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാകണം. കല്ലറ പിളർക്കാൻ കഴിവുള്ള ഉദ്ധിതനായ ഈശോയ്ക്ക് പുറത്ത് നിന്ന് അടച്ചത് അകത്തുനിന്ന് തുറന്നു, പുറത്തുനിന്ന് ഉരുട്ടി വെച്ചത് അകത്തുനിന്ന് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നവന് നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്നതൊക്കെ തുറക്കാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് കൗദാശിക ജീവിതമാണ്. കൗദാശി, ഇപ്പോൾ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുക, അത് ഭംഗിയായിട്ട് ചെയ്യുക. അതിന് കൂടെ വരുന്ന കാര്യങ്ങളാണ് കുമ്പസാരം, കുർബാന സ്വീകരണം. ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ആരാധനയിലിരുന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം പ്രാർത്ഥന ജീവിതമാണ്. ഈശോയോട് കണക്ട് ചെയ്യാൻ. ഈശോ ഇന്ന് സുവിശേഷത്തിൽ പ്രാർത്ഥന പഠിപ്പിക്കുക നമ്മളെ. പ്രാർത്ഥന പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നത്തെ ഒന്നാം വായന വചനത്തെക്കുറിച്ചാണ് പറയാം. വചനം ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവമായിട്ട് കണക്റ്റ് ആകാൻ പറ്റിയൊരു കാര്യമാണ് വചനം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, യോഹന്നാൻ 1:14. അപ്പോൾ വചനം പഠിക്കണം, പ്രാർത്ഥിക്കണം, വചനം വെച്ച് പ്രാർത്ഥിക്കണം, വചനം വായിക്കണം, കൽപ്പന പാലിക്കണം. ഇത് നമ്മൾ തയ്യാറാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഈശോ ഈ ഏപ്രിൽ 5 ഈസ്റ്ററിന് ഒരു സമ്മാനം തന്നിരിക്കും, ഉറപ്പാണ്. നമുക്കതുകൊണ്ട് ഈ തീർത്ഥാടനം ഒരു പുതിയ ഉണർവിൻ്റെ ഒരു സമയമാകട്ടെ. ഈ 3 തരത്തിൽ, കൗദാശികമായി, വചനാധിഷ്ഠിതമായി, പ്രാർത്ഥനാപരമായി ഈശോയോട് അടുത്ത് നിൽക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ
ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കുടുംബത്തെ കടാക്ഷിക്കണമേ. ശാരീരിക ശിക്ഷണത്തിന് സ്വയം വിധേയമാകുന്ന ഞങ്ങളുടെ മനസ്സ് അങ്ങേ അഭിലാഷമനുസരിച്ച് അങ്ങേ സന്നിധിയിൽ ഉജ്ജ്വലിക്കാനിടയാക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവെ, നീതിമാന്മാരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. കർത്താവ് നീതിമാന്മാരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവ് നീതിമാന്മാരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ട് എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവ് നീതിമാന്മാരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്നും വിച്ഛേദിക്കുവാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. കർത്താവ് നീതിമാന്മാരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. കർത്താവ് നീതിമാന്മാരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെയാകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ
നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇപ്പോൾ ഈശോയാണ് നമ്മുടെ ഒരു കണക്റ്റിംഗ് പേഴ്സൺ അല്ലേ, ദൈവമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈശോ നമ്മളെ ഇന്ന് പ്രാർത്ഥന പഠിപ്പിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈശോ അങ്ങനെ എപ്പോഴും കണക്റ്റഡായിട്ടിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്, എന്നെ അറിയുന്നവൻ എൻ്റെ പിതാവിനെ അറിയുന്നു. തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 2-5 വാക്യം, എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അപ്പോൾ ഈശോയാണ് കണക്റ്റിംഗ് ലിങ്ക്, ദൈവമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ. അപ്പം ഈശോയെ തന്നത് അതുകൊണ്ടാണ്. നമ്മളായിട്ട് കണക്റ്റാകാൻ ദൈവത്തിന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്കറിയാമല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം അത് ഇപ്രകാരമാണ്. അത് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈശോയെ നമുക്ക് തന്നത്. ഇനി റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇത് തന്നെ പറയുകയാണ്, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ. അപ്പോൾ ഈശോയെ തന്നത് നമ്മളെ ദൈവമായിട്ട് കണക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവമായിട്ട് കണക്റ്റാക്കാൻ വേണ്ടി ഈശോയെ തന്നവന് ബാക്കിയുള്ള കാര്യങ്ങളും തരാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈസ്റ്റർ ഗിഫ്റ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. കാരണം സ്വർഗത്തിന് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് യേശു ക്രിസ്തു. അത് നമുക്ക് വിട്ടുതന്നു ദൈവം. അതങ്ങനെ വെറുതെ അങ്ങനെ ഈസി ആയിട്ട് എടുത്ത് തന്നതല്ല. അത് ദൈവപിതാവ് അത് വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് നമുക്ക് തന്നതാണ്. വേറൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്തേനെ. ഇതല്ലാതെ വേറെ വഴിയില്ല. മനുഷ്യരെ രക്ഷിക്കാൻ ഈശോ വന്ന് മനുഷ്യനായി ജനിച്ച് ജീവിച്ച് മരിച്ച് നമുക്ക് രക്ഷ തരുന്നത് വഴിയല്ലാതെ നമുക്ക് ദൈവമായിട്ട് നമ്മൾക്ക് കണക്ഷൻ വരില്ല. അപ്പോൾ അതാണ്. അപ്പോൾ അത് ദൈവവുമായിട്ടുള്ള കണക്ഷനാണ് ഈശോ. നമുക്ക് അത് സഭയിലൂടെയുള്ള സംവിധാനങ്ങളാണ്, കൂദാശകൾ, ഈശോയായിട്ട് കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട്. പിന്നെ വചനം, പിന്നെ പ്രാർത്ഥന. ഇതാണ് നമ്മുടെ സിലബസ്. കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൻ്റെ സിലബസ് ഇതാ: കൗദാശിക ജീവിതം, വചനാധിഷ്ഠിത ജീവിതം, പ്രാർത്ഥനാ ജീവിതം. ഈ സിലബസ് പഠിക്കാതെ രക്ഷയില്ല. അപ്പം വേറെ സിലബസ് പോയാൽ നമ്മൾ പുറത്താവും. പർദീസയിൽ അങ്ങനെ അവരോട് ദൈവം ഒരു സിലബസ് കൊടുത്തു, ഇത് കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ സാത്താൻ വന്ന് അടുത്ത ക്ലാസ് എടുത്ത് കൊടുത്തു. അത് കഴിച്ചോ, അത് കുഴപ്പമൊന്നുമില്ല, കഴിച്ചോ, മരിക്കൊന്നുമില്ല. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. പിശാചിൻ്റെ ക്ലാസ് ഒറ്റക്ക് ഉലാത്താനിറങ്ങിയ ഹവ്വ ഒറ്റക്ക് പിശാചിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. ഹവ്വ ഒറ്റക്ക് പോയതുകൊണ്ടാണ്. ആദം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യലായിരുന്നു. ആദം ഹവ്വയെ പിന്തിരിപ്പിച്ചേനെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോഴും പലരും പല വേറെ സിലബസൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. മദ്യപാനം പിശാചിൻ്റെ സിലബസാണ്. 6-ാം പ്രമാണ ലംഘനം പിശാചിൻ്റെ സിലബസാണ്. ഇല്ല, നമുക്കൊരു ചിട്ടവട്ടങ്ങളൊക്കെ തന്നിരിക്കുക, 10 കൽപ്പന, തിരുസഭയുടെ കൽപ്പന. അപ്പം സിലബസ് തന്നെ ഫോളോ ചെയ്യണം. അപ്പം കൗദാശ ജീവിതം എങ്ങനെയാണ്? കൗദാശ ജീവിതം ഇപ്പം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നമുക്കൊരുക്കിയിരിക്കുന്ന കുംഭസാരം, അത് കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ മുട്ടുകുത്തി നിന്ന് ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിക്കാനായിട്ടുള്ള സുന്ദരമായ അവസരം. മറിയത്തോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ യാത്ര ചെയ്ത് മറിയത്തിൻ്റെ പള്ളിയിൽ വന്നിരിക്കുന്നത്. മറിയം നമുക്ക് ചെയ്തു കാണിച്ചത് ഈശോയുടെ വരവിനെയും സ്വീകരിച്ചു, ഈശോയുടെ മരണത്തെ ആരാധിച്ചു. അതിനിടക്കെല്ലാം കൂടെ നടന്നു, കുരിശിൻ്റെ വഴിയിലെല്ലാം കൂടെ നടന്നു. അപ്പം മറിയത്തിൻ്റെ മാതൃക കുരിശിൻ ചുവട്ടിൽ നിന്നത്. യോഹന്നാൻ 19:25. കുരിശിൻ ചുവട്ടിൽ നിൽക്കാൻ നമുക്ക് അതുപോലെ പോയി നിൽക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ കുരിശ് മരണത്തിൻ്റെ അനുസ്മരണമാണ് കുർബാന അർപ്പണമെങ്കിൽ,
അപ്പൊ കുർബാനയിൽ പങ്കുചേരുന്നത് അത് കുരിശിൻ ചുവട്ടിലുള്ള നിൽപ്പാണ്. ഇനി കുമ്പസാരിക്കാൻ മുട്ടുകുത്തിക്കുമ്പോൾ കുരിശ് മരണത്തിന്റെ റിസൾട്ടായ പാപമോചനം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ മുട്ടുകുത്തിക്കുമ്പോൾ അത് കുരിശിൻ്റെ ചുവട്ടിൽ മുട്ടുകുത്തി നിൽക്കുന്നതിന് തുല്യ, കുരിശ് മരണമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതും കുരിശാരാധനയാണ്, ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിക്കുന്നത്. ഇനി മാതാവ് ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങി, എത്ര ഭയഭക്തി ആദരവോടുകൂടിയാണ് മാതാവ് ഇത് ചെയ്തത്. അതുപോലെ ചെയ്യാനുള്ള അവസരമാണ് കുർബാന സ്വീകരണം. മുറിക്കപ്പെട്ട ശരീരം മടിയിലേക്ക് സ്വീകരിച്ച പോലെ മുറിക്കപ്പെട്ട അപ്പം നാവിലേക്ക് സ്വീകരിക്കുന്നത്. ഇനി അപ്പോൾ കുമ്പസാരം, കുർബാന അർപ്പണം, കുർബാന സ്വീകരണം, പിന്നെ നമുക്ക് ആരാധനയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ആരാധന ചാപ്പൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആരാധനയിലിരുന്ന് പ്രാർത്ഥിക്കുക. പള്ളി തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് കുറച്ചു നേരം പ്രാർത്ഥിക്കുക. ഇത് കൗദാശിക ജീവിതമാണ്, കൗദാശിക ജീവിതം. ഇത് നയിക്കണം. ഇതല്ലാതെ കുറുക്ക് വഴിയില്ല. ഈസ്റ്റർ സമ്മാനം ചോദിക്കുമ്പോൾ ഇതൊന്നും ചെയ്യാതെ എങ്ങനെയാണ് ശരിയാകുന്നത്? ഒരു കല്യാണ വീട്ടിൽ തലേദിവസം സഹായിക്കാനോ അവിടെ ഒന്നും ഒരു അടുപ്പമില്ല. പെട്ടെന്ന് അവസാന നിമിഷം ഓടിക്കേറി വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും, എവിടെയായിരുന്നു ഇത്ര നേരം എവിടെയായിരുന്നു എന്നൊരു ചിന്ത വരും. അതൊരു മാനുഷികമായ ചിന്തയാണ്. അതുപോലെ നമ്മൾ ഇതൊന്നും ചെയ്യാതെ എങ്ങനെയാണ് ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കുക? ഇനി പ്രാർത്ഥനാ ജീവിതം, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥനയെ ചൊല്ലുന്നില്ല, പിന്നെ എങ്ങനെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നത് അല്ലേ? പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം, രാത്രി കിടക്കുമ്പോൾ തനിയെ പ്രാർത്ഥിക്കണം, കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരണം. കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത് അത് ഒരാളെ വിളിച്ച് വീട്ടിലിരുത്തിരിക്കുക, ഈശോയുടെ രൂപം പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുക. അങ്ങനെ ഒരാളെ വിളിച്ച് വീട്ടിലിരുത്തിരിക്കുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ട, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്ന് കൊടുക്കണ്ടേ? ദൈവത്തോടുള്ള ബഹുമാനം ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. ഞാൻ അവിടെ ഇരിക്കേണ്ട കുറേ നാളായി നിൻ്റെ വീട്ടിലിരിക്കുന്ന, പക്ഷേ നീ ആ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ പോലും എന്നോടൊന്ന് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് പോലുമില്ല, എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പോലുമില്ല. എന്നിട്ടാണ് നീ അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ കുടുംബ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥന വ്യക്തിപരമായി പ്രാർത്ഥിക്കുക, കുടുംബ പ്രാർത്ഥന ചൊല്ലുക. മൂന്നാമത്തെ ഒരു കാര്യമാണ് വചനാധിഷ്ഠിത ജീവിതം. വചനം പഠിക്കണം, വചനം പ്രാർത്ഥിക്കണം, വചനം വായിക്കണം, കൽപ്പന പാലിക്കണം. കൽപ്പന പുറപ്പാട് 20-ാം അധ്യായമാണ് കൽപ്പന. അത് ബൈബിളിലുള്ളതാണ്, കൽപ്പനകളെല്ലാം ബൈബിളിലുള്ളതാണ്. അപ്പം ബൈബിൾ, വചനാധിഷ്ഠിത ജീവിതം, ഈ മേഖലയാണ് നമ്മൾക്ക് കുറച്ച് പരാജയം വരുന്നത്. നമുക്കാർക്കും വചനം പഠിക്കാൻ നേരമില്ല. വചനം പഠിച്ച വചനമൊക്കെ വായിച്ചുകൊണ്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ എന്തോ അതിഭക്തനായതുപോലെ. പക്ഷെ വചനം പ്രാർത്ഥിച്ചാൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഇപ്പോൾ ഈ കൂട്ടത്തിൽ കുറച്ച് വചനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ പെട്ടെന്ന് കേട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുക. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അങ്ങനെ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളില്ല, പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുങ്ങളെ ലഭിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സങ്കീർത്തനം 127:3 കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും, ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ എനിക്ക് കുടുംബത്തിൽ മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങനെ അതിനോടൊപ്പം ഒരു പ്രാർത്ഥനയും ചേർത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുടി പഠിക്കാമെന്നോ അത് ചെയ്യാമെന്നോ അങ്ങനെയൊന്നുമല്ല. ചില ആളുകൾ ഇപ്പോഴും അടിമസമർപ്പണമുണ്ടോ എന്ന് ചോദിച്ചു വരികയാണ്. അപ്പം ഇവിടെ അടിമസമർപ്പണം എന്താണെന്ന് അറിഞ്ഞുകൂടാ, തമിഴ്നാടല്ലേ, അടിമസമർപ്പണം എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ പള്ളികളിലൊക്കെ വലിയ തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ട് പൈസ മേടിച്ച് അടിമസമർപ്പണം നടത്തും. കൂട്ടമായിട്ട് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ വിചാരം ഒരു 10 രൂപ 20 രൂപ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇപ്പോൾ 50 രൂപയൊക്കെ ആയിട്ടുണ്ടാകാം, അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെന്തോ വലിയ സമർപ്പണം ചെയ്ത കണക്ക് നമ്മളങ്ങ് വിചാരിക്കുകയാണ്. പക്ഷെ നമ്മൾ സമർപ്പണം മാമോദീസയിലൂടെ ചെയ്തതാ. മാമോദീസയിലൂടെ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. ഇനി ഓരോ കൂദാശകൾ പിന്നെ പോയിട്ട് വേറെ സമർപ്പണം നടത്തേണ്ട ആവശ്യമില്ല. മാമോദീസയുടെ സമർപ്പണം നമ്മൾ നവീകരിക്കുന്നത് ഈസ്റ്ററിന്റെ രാത്രി തിരികത്തിച്ച് പിടിച്ച് നമ്മൾ നവീകരിക്കുന്നുണ്ട്. എല്ലാ വർഷവും ജ്ഞാനസ്നാന വ്രത വാഗ്ദാന നവീകരണം ലാറ്റിൻ ക്രമത്തിൽ. അപ്പോൾ കുട്ടികൾക്ക് മുടി പഠിക്കാമെന്നൊന്നുമല്ല നമ്മൾ നേരേണ്ടത്, നമ്മൾ വചനം പഠിപ്പിക്കണം. ലൂക്ക 2:52 എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, പഠനത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വന്നു. ലൂക്ക 2:52 ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ കർത്താവ് എൻ്റെ കൊച്ചിന് ഈശോയുടെ, എൻ്റെ കുഞ്ഞിന് ഈശോയുടെ ചൈതന്യം കൊടുക്കണമേ, അങ്ങനെ ഈശോയെ വളർത്തിയ പരിശുദ്ധമ്മേ എൻ്റെ കുഞ്ഞിനെയും വളർത്തണമേ, അങ്ങനെ പ്രാർത്ഥിച്ചൂടെ. ഇനി ബുദ്ധിയുടെ മേഖലയിലെ കുറവുള്ളവരും അവരെ പ്രാർത്ഥിക്കാവുന്ന വചനമാണ് ജെറമ്യ 33:3.
എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള ബുദ്ധിശക്തി നൽകി അനുഗ്രഹിക്കണമേ. ഇനി ഓർമ്മശക്തി കിട്ടാൻ വേണ്ടി യോഹന്നാൻ 14:26 ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് അങ്ങനെ. ഇനി സംസാരത്തിൽ കുറവുകളുള്ള പിള്ളേരുണ്ട്. സംസാരം, മൊബൈൽ ഫോണ് കയ്യിൽ കൊടുത്തുകൊണ്ടിരുത്തി. ഇപ്പോഴത്തെ പുതിയ ട്രിക്കാണല്ലോ പിള്ളേർ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ കൊടുക്കാം. പണ്ട് അങ്ങനെയല്ല, അമ്മമാർ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ സംസാരിക്കും, മോനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് പരിശീലിക്കും. അപ്പോൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നില്ല. സംസാര ശേഷി അല്ലെങ്കിൽ സംസാര പരിശീലനം അത് പല മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതൊരു കെണിയാണ്. അപ്പം ജ്ഞാനത്തിൻ്റെ പുസ്തകം 10:21 ജ്ഞാനം മൂകരുടെ വാ തുറക്കുകയും ശിശുക്കൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു. നമുക്ക് സക്കറിയ പുരോഹിതൻ്റെ കാര്യം അറിയാമല്ലോ. യോഹന്നാൻ എഴുതിയപ്പോൾ എഴുത്തുപലകയിൽ എഴുതിയപ്പോൾ നാവിൻ്റെ കെട്ടഴിഞ്ഞു. അത് ലൂക്ക 1:64. ഇനി ഒരു ബധിരനും മൂകനുമായ ഒരാളെ സുഖപ്പെടുത്തുന്നതും അത് മർക്കോസ് 7:35. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ നല്ല. ഇനി ലൂക്ക 2:52 പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ജ്ഞാനത്തിലും പ്രായത്തിൽ ഇത് എളുപ്പ വഴിയാണ്. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് എളുപ്പ വഴിയാണ്. വചനം പഠിക്കണം. ഇത് ഞങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് വിചാരിക്കരുത്. കാരണം ഇന്നത്തെ 1-ാം വായന നിങ്ങൾ ശ്രദ്ധിച്ചോ. യേശയ്യാ 55:11 എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. വചനം വെറുതെ പോയില്ല. കാരണം വചനം ദൈവമാണ്. ഇനി ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് റോമ 9:16 മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ കർത്താവേ എനിക്ക് സ്ഥിര വരുമാനമുള്ള ജോലി നൽകി അനുഗ്രഹിക്കണമേ. ഇനി വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയോ ഉള്ള ഒരു പങ്കാളിയെ നമുക്ക് ഇപ്പോൾ വിവാഹ തടസ്സമാണ്. പക്ഷെ ദൈവം വിചാരിച്ചാൽ നടക്കും. മനുഷ്യർക്ക് അസാധ്യമാണ്. കാരണം ട്രെൻഡ് മാറി. പെൺകുട്ടികൾക്ക് ഒരുവിധപ്പെട്ട ജോലിയൊന്നും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ആണുങ്ങളുടെ കല്യാണം നടക്കുന്നില്ല പൊതുവെ. അപ്പം നമുക്ക് ഇനി ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം ജ്ഞാനം 8:1 പറയുന്നത് ഇപ്രകാരമാണ്: ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാം നന്നായി ക്രമപ്പെടുത്തുന്നു. അവൾ എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ കർത്താവെ എനിക്ക് ഉചിതമായ ഒരു ജീവിത പങ്കാളി എനിക്ക് കൊണ്ടുവന്ന് തരണമേ. അങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി രോഗം വരുമ്പോൾ നമുക്ക് പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നമ്മുടെ റഫായേൽ മാലാഖ ഉണ്ടല്ലോ, അത് സൗഖ്യത്തിൻ്റെ മാലാഖയാണ്. ഗബ്രിയേൽ മാലാഖ മറിയത്തിൻ്റെ അടുക്കൽ വന്നതുപോലെ റഫായേൽ മാലാഖയെ എൻ്റെ അടുക്കൽ വരണമേ, എൻ്റെ ചെവിയിൽ സൗഖ്യത്തിൻ്റെ വചനദൂത് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് 15:26 ആവർത്തിച്ച് പറയണമേ. അത് കേട്ട് എനിക്ക് സൗഖ്യം തരണമേ. നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം, വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ സമയം ആരെങ്കിലും ആശുപത്രിയിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി ഈശോയുടെ ശരീരത്തിൽ സൗഖ്യമുണ്ട്. ഈശോയുടെ ശരീരത്തിൽ സൗഖ്യം. അതുകൊണ്ടല്ലേ വസ്ത്രത്തിൽ പോലും തൊട്ടപ്പോൾ സൗഖ്യം കിട്ടിയത്. ഈശോയുടെ ശരീരത്തിൽ സൗഖ്യം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈശോയുടെ റിയൽ പ്രസൻസ് ആണ് പരിശുദ്ധ കുർബാനയിൽ. അങ്ങനെയെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. അതാണ് കൗദാശിക ജീവിതം വളരെ പ്രധാനപ്പെട്ട. ഈശോയെ എൻ്റെ ശരീരത്തിലൂടെ പരിശുദ്ധ കുർബാന കടന്നു പോകുമ്പോൾ എനിക്കല്ലെങ്കിൽ ഇന്നയാൾക്ക് സൗഖ്യം കൊടുക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചൂടെ? കാരണം അതിന് പറയുന്ന വചനം ലൂക്ക 6:19 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു. ലൂക്ക 5:17 രോഗികളെ സുഖപ്പെടുത്താനുള്ള കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു. ഇനി യാക്കോബ് 5:15 വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. പ്രഭാഷണം 38:9 മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക, അവിടെ നിനക്ക് സൗഖ്യം വരുള്ളൂ. അപ്പം സൗഖ്യത്തിൻ്റെ വചനങ്ങൾ. ഇനി മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നത് അത് ചിലപ്പോൾ റിസ്ക് ആയിട്ടുള്ള കുറേയൊക്കെ തടസ്സങ്ങളുണ്ട് അതിൻ്റെ മേഖലയിൽ. ചിലപ്പോൾ നല്ല മത്സ്യം കിട്ടണമെന്നില്ല. കുറേ പേർക്ക് കൂടെ പോയവർക്കൊക്കെ മത്സ്യം കിട്ടാം. മത്സ്യ വല കീറി നശിപ്പിക്കുന്ന കടൽ പന്നി, കടൽ പുറ്റ്, പ്രതികൂലമായ സാഹചര്യങ്ങൾ. ഇനി മത്സ്യം കിട്ടി അതുകൊണ്ടൊന്ന് വിൽറ്റാൽ അതിൻ്റെ വില കിട്ടണമെന്നില്ല. വെറുതെ പാഴായി പോകുന്ന യാത്രകൾ, ഇങ്ങനെയുള്ള തടസ്സങ്ങളുണ്ട്. യോഹന്നാൻ 21:6 എന്താണെന്നറിയാവോ?
വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാ കർത്താവേ, ഞങ്ങളുടെ മത്സ്യബന്ധന യാത്രകളെ പാഴാക്കി കളയല്ലേ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ഫലം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇനി മദ്യപാനം മാറാൻ, അതൊരു തിന്മയാ. കുടുംബത്തിന് സമാധാനം കളയുന്ന, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാ കർത്താവേ, മദ്യപാനാസക്തി മാറ്റിത്തരണമേ. ഇനി സമാധാനമില്ല. സമാധാനം എഫേസ്യർ 2:14, അവൻ നമ്മുടെ സമാധാനമാണ്. ഈശോ അവൻ നമ്മുടെ ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തി, ഈശോയെ സമാധാനം തരണമേ. കൊളോസ്യർ 3:15, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇനി എന്തെങ്കിലും ഒരു തിന്മ നമുക്കെതിരെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ചിലപ്പോൾ മന്ത്രവാദം, കൂടോത്രം, ആരുടെയെങ്കിലും അസൂയ, അതുപോലെ നമ്മൾ നന്നാകുന്നത് കണ്ണുകടിയുള്ള ആളുകളുടെ, അതിന് സക്കറിയ 9:8 പ്രാർത്ഥിക്കുന്ന, ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും ഞാൻ പാളയമടിച്ച് അവരെ രക്ഷിക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കിയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. ഇനി എന്തെങ്കിലും കെണികളുണ്ടെങ്കിൽ, ചിലപ്പോൾ അവിഹിതം പോലുള്ള കെണികളോ, അല്ലെങ്കിൽ ചിലപ്പോൾ കോടതിപരമായിട്ടുള്ള ചില കെണികളോ, എന്തെങ്കിലും അറിയാതെ വന്ന ചില കെണികൾ, ആ കുരുക്ക് ഒന്നഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കാവുന്ന ഒരു വചനമാണ് സങ്കീർത്തനം 124:7-8. വേടന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നാം രക്ഷപ്പെട്ടു, കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. ഈ വചനത്തിന്റെ അഭിഷേക ശക്തിയാൽ എന്നെ ഈ പലട്ടുന്ന കെണി തകർത്ത് കളയണമേ. അതായത് ഇങ്ങനെ വേടൻ അമ്പെയ്യുമ്പോൾ കൊണ്ടില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ അമ്പ് പോവും. തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നത് പോലെ കെണികളുണ്ടാകും, പക്ഷേ ദൈവം നമ്മളെ രക്ഷപ്പെടുത്തും. കെണി തകരാനുള്ള പ്രാർത്ഥന. ഇനി കടം മാറൻ, കടബാധ്യത. അതിനാദ്യം ചെയ്യേണ്ടത്, നമ്മളായിട്ട് വരുത്തി വെച്ച കടമാണെങ്കിൽ സോറി പറയണം. കർത്താവേ, തെറ്റിപ്പോയി കർത്താവേ, ഒരു ഉപദേശവും ചോദിച്ചില്ല, ഭാര്യയോട്, ജീവിത പങ്കാളിയോട് പോലും ചോദിക്കാതെ തോന്നിയ പോലെ ക്രയവിക്രയങ്ങളൊക്കെ നടത്തി. ഇപ്പോൾ എല്ലാവരും കെണിയിലായി, കുടുംബം മുഴുവൻ കെണിയിലായി. കർത്താവേ, സോറി കർത്താവേ, എന്തെങ്കിലും ഒരു വഴി തരണേ. അങ്ങനെ പ്രാർത്ഥിക്കണം. എന്നിട്ട് മത്തായി 11:28-29, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ കർത്താവേ, ഭാരമുള്ള കുരിശുമരം ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് നടന്നു നീങ്ങിയ കർത്താവേ, അങ്ങ് എത്ര തവണ മുട്ടും കുത്തി വീണു, എന്നിട്ടും അങ്ങ് ആ കുരിശും വഹിച്ച യാത്ര പൂർത്തീകരിച്ചു. എനിക്കിത് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ കടം വെച്ചുള്ള ജീവിതം ഇത് ജീവിച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവേ, നിന്റെ കുരിശിനോട് എൻ്റെ ഭാരമൊന്ന് വഹിച്ച്, എൻ്റെ ഭാരമൊന്ന് കുറച്ച് തരണമേ കർത്താവേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ ചിലപ്പോൾ കുറേ പരിഹാരം ഉണ്ടാവും. ഇനി ഭവന നിർമ്മാണത്തിന് വേണ്ടി സങ്കീർത്തനം 127:1, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്, കാവൽക്കാരുടെ ഉറക്കമൊഴിച്ചിലും വ്യർത്ഥമാണ്. നഗരം കാക്കുന്നില്ല എങ്കിൽ. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ കർത്താവെ, ഭവന നിർമ്മാണത്തിന് യേശയ്യ 65:21, അവർ ഭവനങ്ങൾ പണിത് അതിൽ വാസമർപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിച്ച് അതിൻ്റെ ഫലം അനുഭവിക്കും. അത് വരുമാന മാർഗത്തെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്നതാണ്. അവർ ഭവനങ്ങൾ പണിതതിൽ വാസമർപ്പിക്കും. യേശയ്യ 65:21. ഇനി കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ അവർ പ്രാർത്ഥിക്കാവുന്ന, പൗലോസ്, അപ്പോൾ സാവൂള് പൗലോസ് ആകുന്നതിന് മുമ്പുള്ള സമയത്ത് 3 ദിവസം കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അത് നടപടി പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 20 വരെ വായിക്കുന്നത് നല്ലതാണ്. ഇനി ഉറക്കം ലഭിക്കാൻ, ഉറക്കത്തിന് അത് കാവൽമാലാഖമാരുടെ സംരക്ഷണം പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 34:7, കർത്താവിന്റെ ദൂതൻ ദേവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ രക്ഷിക്കുന്നു. കർത്താവിന്റെ ദൂതൻ ദേവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ രക്ഷിക്കുന്നു. മാലാഖമാരുടെ അകമ്പടി നിർത്തണം. ഇത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം. അവരെ പ്രാർത്ഥിക്കാൻ കിടക്കുമ്പോൾ ഈ വചനം പഠിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ച് അവരെ കിടത്തി ഉറക്കണം. അത് നല്ലതാ. ഇനി യാത്രക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കാവുന്ന ഒരു വചനമാണ്. യാത്ര ചെയ്യുമ്പോൾ, വാഹനം എടുക്കുമ്പോൾ സങ്കീർത്തനം 34:7, കർത്താവിന്റെ ദൂതൻ ദേവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ എൻ്റെ വാഹനത്തിന് ചുറ്റും മാലാഖമാരെ ഇങ്ങനെ പാളയം നിർത്തണമേ, ചുറ്റും ഇങ്ങനെ നിർത്തണമേ. നമുക്കറിയാവുന്ന വചനമാണ് സങ്കീർത്തനം 91. സങ്കീർത്തനം 91 11-12, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവർ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഈ വചനത്തിന്റെ അഭിഷേക ശക്തിയാൽ കർത്താവ് എനിക്ക് ദൈവിക സംരക്ഷണം നൽകണമേ. അത് യാത്രക്കാർക്കും പ്രാർത്ഥിക്കാം. അപകടകരമായ ജോലി ചെയ്യുന്ന, ഇപ്പോൾ കടലിൽ പോകുന്നവർക്ക്, യാത്ര ചെയ്യുന്നവർക്ക്, വണ്ടി, അങ്ങനെ അവർക്കൊക്കെ
അപകടകരമായ ജോലി ചെയ്യുന്നവർക്കൊക്കെ വേണ്ടി അത് പ്രാർത്ഥിക്കാവുന്ന ഒരു വചനമാണ്. ഇനി ഉറക്കം ലഭിക്കാനായിട്ടും സുഭാഷിതം 3:24, നീ നിർഭയനായിരിക്കും, നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും. നീ നിർഭയനായിരിക്കും. സുഭാഷിതം 3:24, നീ നിർഭയനായിരിക്കും, നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് കുറേ വചനങ്ങൾ ഇങ്ങനെ പഠിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ പെട്ടെന്ന് കയറി എല്ലാം ആളുകൾ വായിക്കുന്നുണ്ട് വചനം, പക്ഷെ വായിച്ച് തീർത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. അതുകൊണ്ടൊന്നും പഠിക്കുന്നില്ല. വായിക്കണം, ദിവസേന വചനം പ്രാർത്ഥിക്കണം. നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. യേശയ്യാ 29:17, അത് ഡിസംബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയിലെ വചന ഭാഗമാണ്. 1-ാം വായനയിലെ ലബനോൻ ഫലസമൃദ്ധമായൊരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാൻ അല്പസമയം പോരെ. അത്ഭുതം പെട്ടെന്ന് അങ്ങനെ തോന്നിയില്ല, എന്താണ്? പക്ഷെ ഇതൊരു അത്ഭുത വചനമാണ്. 2012 ഇതിനൊരു അത്ഭുതമുണ്ടെന്ന് തോന്നിയിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളോട് 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു കുടുംബം അവിടെ വന്നു, ഞാൻ ആയിരുന്ന പള്ളിയിൽ. അപ്പം അവർക്ക് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതായത് സംഭവം ഇതാണ്: ലബനോൻ ഫലസമൃദ്ധമായൊരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ. ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ 8 വർഷമായിട്ട് ഫലമില്ലാത്ത ഞങ്ങളുടെ ഉദരത്തെ ഫലസമൃദ്ധി കൊണ്ട് നിറക്കണമേ. പിറ്റേ മാസം പ്രഗ്നൻസി പോസിറ്റീവ് ആണ്. കുറേ ഒരു മോഡൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഒരു ബാങ്ക് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു മകളും. അപ്പോൾ അതിന് കുറേ 1000-ഓളം പേര് പങ്കെടുത്ത ഇൻ്റർവ്യൂ. അവളുടെ സ്ഥാനം 1000-നും ഏറ്റവും അവസാനത്തെ സ്ഥാനം. അപ്പോൾ അവൾ ശരിക്കുള്ള ഇൻ്റർവ്യൂവിന് അവൾ പോകാൻ വേണ്ടിയിട്ടും അവൾ പള്ളി വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ റോമ 9:16 പ്രാർത്ഥിക്കാൻ പറഞ്ഞു. റോമ 9:16 വീട്ടിൽ ചെന്ന് അത് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് വചനം തുറന്ന് വായിച്ചു. അപ്പോൾ ഒരു പ്രത്യേക ശക്തി നിറഞ്ഞു. അത് വെച്ച് പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവൾക്ക് മോഡൽ ഇൻ്റർവ്യൂവിന് ഏറ്റവും പുറകിലായി പോയ അവൾക്ക് 29-ാമത്തെ സ്ഥാനം. അതാണ് വചനത്തിന്. ഇത് വ്യക്തിപരമായിട്ടും അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ വചനം പഠിക്കൂ, ഇനിയെങ്കിലും പഠിക്കൂ. POC ബൈബിൾ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യൂ. വചനം പഠിക്കൂ. യാത്രകളിൽ വചനം കേൾക്കൂ. യാത്രകളിൽ ഓഡിയോ ബൈബിൾ കേൾക്കൂ. വചനം പഠിക്കൂ. ഈ തപസ് കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ ഉത്കർഷത്തിന് ചെയ്യാവുന്ന 3 കാര്യങ്ങൾ: കൗലാശ ജീവിതം, വചനാധിഷ്ഠിത ജീവിതം, പ്രാർത്ഥനാ ജീവിതം. നിങ്ങളത് നന്നായിട്ട് ചെയ്യൂ. ഉറപ്പായിട്ടും ഏപ്രിൽ 5-ന് മുമ്പ് നിങ്ങളിപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. എൻ ഹൃദയം ബലഹീനമാകുമ്പോൾ, എൻ ഹൃദയം ബലഹീനമാകുമ്പോൾ നീ വരേണേ ശക്തിയേകും ഭോജ്യമായി ഇടറാതയൻ നാഥനെ നീ വഹിക്കണമേ. കർത്താവെ, അങ്ങയോട് ചേർന്ന് നിൽക്കാനുള്ള 3 വഴികൾ: കൗലാശ ജീവിതം, വചനാധിഷ്ഠിത ജീവിതം, പ്രാർത്ഥനാ ജീവിതം. ഞങ്ങൾക്കറിയാം കർത്താവെ, ഈ സിലബസ് തന്നെ ഫോളോ ചെയ്യാൻ ഈ തപസ് കാലത്ത് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവേ, നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേക്കാം ഞാൻ. ആമേൻ. സാദരമങ്ങേ പാവനപാദം തേടി വരുന്നു ഞങ്ങളിതാ, കാഴ്ചകളേന്തും താലവുമായി നിൽപ്പൂ നിന്നോട് സന്നിധിയിൽ. നിൻ തിരുമാംസവും രക്തവുമായി തീർക്കണമേ ഈ കാഴ്ചകളെ. ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണേ, പാപം സർവവും
പൊറുക്കണമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തൻ പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനും സൃഷ്ടാവുമായ ദൈവമേ, അങ്ങ് നന്മയുടെ സമൃദ്ധിയിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നവ അങ്ങ് സ്വീകരിക്കുകയും ഞങ്ങൾക്കായി സമാഹരിച്ച് ഭൗതിക സഹായ നിത്യജീവിതത്തിലേക്ക് ദയാപുരം രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മാനസങ്ങളുടെ പരിശുദ്ധി വീണ്ടെടുക്കുവാൻ സവിശേഷമായ തപസ്സുകാലം കൃപാപൂർവം അങ്ങ് മക്കൾക്കങ്ങ് കൽപ്പിച്ചു നൽകിയല്ലോ. അതുവഴി അമിതമായ അഭിലാഷങ്ങളിൽ നിന്ന് വിമുക്തമായ മനസ്സോടെ ഞങ്ങൾ നശ്വരമായവയിൽ നിന്ന് മോചിതരായി അനശ്വരമായവയിൽ മുഴുകുവാനും ഇടയാകുമാറാകട്ടെ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞ മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി
തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവുലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായ രാജ്മിത്രാനോടും വൈദിക ഗണത്തോടും സമസ്ത വിശ്വാസികളോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക്
പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് അനുഗ്രഹത്താൽ അങ്ങ് വിശ്വാസികൾ ശക്തിയാർജിക്കട്ടെ. അങ്ങ് തന്നെ അവർക്ക് ദുഃഖങ്ങളിൽ ആശ്വാസവും ക്ലേശങ്ങളിൽ ദീർഘക്ഷമയും അപകടത്തിൽ സഹായവുമായിരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ്സു നമിക്കാം.
ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.